ഇന്നലെ വലിയ പ്രതീക്ഷയായിരുന്നു. ഇറാന്റെ പുതിയ ഭരണ നേതൃത്വം അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിന് മാപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയായിരുന്നു. യുദ്ധത്തിൻ്റെ കരിമ്പടം ഒഴിഞ്ഞു പോകും, കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോകും, പുതിയ പ്രഭാതം പൊട്ടിവിടരും എന്നൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. മാത്രവുമല്ല, ഈ റെവല്യൂഷണറി ഗാർഡ് എന്ന ഇറാൻ്റെ റെവല്യൂഷണറി ഗാർഡ് പോലെയുള്ള ആൾക്കാരും അതിൻ്റെ ചീഫ് ജസ്റ്റിസും ഒന്നും ഈ ഉന്നതനായ ആളിൻ്റെ പ്രഖ്യാപനം തള്ളിക്കളഞ്ഞു. രാത്രിയിൽ കടുത്ത ആക്രമണം ഉണ്ടായിരുന്നു. മധ്യപൂർവേഷ്യ 9ാം നാളിലും സംഘർഷഭരിതമായി എന്നുള്ളതാണ് ഇന്നലത്തെ ഫലം. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ദുബായിൽ വരെ ഒരാൾ മരിച്ചു എന്ന വാർത്തയും കൂടി വരുമ്പോൾ വീണ്ടും അലോസരം നമ്മുടെ മനസ്സിൽ കൊടുങ്കാറ്റുണ്ടാക്കുന്നു. അൽബർഷയിലുണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് വിവരം. അതുപോലെ റിയാദിലെ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമം സൗദി അറേബ്യയുടെ പ്രതിരോധ സേന തകർത്തു എന്ന വാർത്തയും വരുന്നു. ബഹ്റൈനിലെ മനാമയിൽ ഒരു കെട്ടിടത്തിന് കേടുപാടുണ്ടായ ആക്രമണത്തിൽ അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ല എന്ന പ്രസ്താവന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തിരുത്തിയെന്ന വാർത്തയും വരുമ്പോൾ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ വീണ്ടും അതിശക്തമായി ഉരുണ്ടുകൂടുന്നു എന്ന വിവരമാണ്. ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തത്സമയം ചേരുന്നു. ജലീൽ, ഇന്നലെ കടുത്ത ആക്രമണമാണ് ഉണ്ടായത് എന്ന് വിവരം ലഭിക്കുന്നു. ഗുഡ് മോർണിംഗ്. അപ്പോൾ യുദ്ധത്തിനൊരു അവസാനമായി എന്ന ഒരു തോന്നൽ ഇന്നലെ വന്നെങ്കിലും ആ തോന്നൽ മാഞ്ഞുപോയി. ഇറാൻ പ്രസിഡന്റ് അയൽ രാജ്യങ്ങളോട് ഇന്നലെ മാപ്പ് ചോദിക്കുന്നു. ജുഡീഷ്യറി തലവൻ അതിനുശേഷം അത് തള്ളുന്നു. പിന്നാലെ പ്രസിഡന്റ് മാപ്പപേക്ഷ തിരുത്തുന്നു. വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷയായിരുന്നു കഴിഞ്ഞ ദിവസം സൗദിയിലുള്ള സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ തകർക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 25 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളാണ് സൗദിക്ക് നേരെ ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കൂടുതലും റിയാദിന് നേരെയാണ്. ഏറ്റവും പ്രധാനം, റിയാദിലെ നയതന്ത്ര മേഖലയായ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഡ്രോൺ ശ്രമം ഉണ്ടായിരിക്കുന്നു. ആ ഡ്രോൺ സൗദി പ്രതിരോധ സേന തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കയുടെയും ഇന്ത്യയുടെയും UK, ഫ്രാൻസ് തുടങ്ങിയ നിരവധി രാജ്യങ്ങളുടെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് റിയാദിലുള്ള ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ. എന്നാൽ ഈ ആക്രമണ ശ്രമത്തിൽ ആർക്കും പരിക്കില്ല, നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് പ്രതിരോധ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം സൗദി അരാംകോയുടെ ഭാഗത്ത് നിന്നാണ്. സൗദി അരാംകോ തങ്ങളുടെ എണ്ണക്കപ്പലുകൾ യാംബു തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. നിലവിലെ സാഹചര്യം പരിഗണിച്ച് തൽക്കാലത്തേക്ക് ആയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഹോർമുസ് പാതയ്ക്ക് ബദലായി സൗദി അറേബ്യ കാണുന്ന ഒരു പാതയാണ് യാംബു. അതായത് കിഴക്കൻ മേഖലയിൽ നിന്ന് യാംബു പടിഞ്ഞാറൻ മേഖലയിലുള്ള യാംബുവിലേക്ക് എത്തിച്ച് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എണ്ണ എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ യാംബു തുറമുഖം വഴിയാണ്. അങ്ങനെ ഈ എണ്ണ കപ്പലുകളൊക്കെ ഈ യാംബു തുറമുഖത്തേക്ക് മാറ്റുന്നു എന്നാണ് ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട്. സൗദിക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായ ഒരു ദിവസമായിരുന്നു ഇന്നലെ. സൗദിയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായ റുബൽ ഖാലി മരുഭൂമിയിലെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ ഇന്നലെ തുടർച്ചയായ ആക്രമണം ഉണ്ടായി. സൗദി അരാംകോയുടെ ഉടമസ്ഥതയിലുള്ള എണ്ണപ്പാടമാണ് ഇത്. 21 തവണയാണ് ഈ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ മാത്രം ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായത്. അതിന് പുറമെ അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും പല തവണ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായി. അമേരിക്കയുടെ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്, പ്രധാനപ്പെട്ട താവളമാണ് പ്രിൻസ് സുൽത്താൻ എയർബേസ്. മറ്റൊരു അപ്ഡേറ്റ് ഉള്ളത്, സൗദി പ്രതിരോധ മന്ത്രിയും ജോർദാൻ പ്രധാനമന്ത്രിയും കഴിഞ്ഞ ദിവസം മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ കുറിച്ച് സംസാരിച്ചു. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളെ ഇരു നേതാക്കളും വളരെ ശക്തമായി അപലപിച്ചു. സമാധാനത്തിന് വെല്ലുവിളിയാകുന്ന ഏത് നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ സംയുക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഇരു നേതാക്കളും സംസാരിച്ചു. ഇതിന് പുറമെ പാകിസ്ഥാൻ സൈനിക മേധാവിയുമായും സൗദി പ്രതിരോധ മന്ത്രി സംസാരിച്ചു. നമുക്കറിയാം, പാകിസ്ഥാനും സൗദിയും തമ്മിൽ പ്രധാനപ്പെട്ട പ്രതിരോധ കരാർ നിലനിൽക്കുന്നുണ്ട്. സൗദിക്ക് നേരെ എന്ത് ആക്രമണം ഉണ്ടായാലും അത് പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. സൗദിക്ക് ആവശ്യമെങ്കിൽ ആണവ ആയുധം അല്ലെങ്കിൽ ആണവ
സംവിധാനം ലഭ്യമാക്കുമെന്നും പാകിസ്ഥാനുമായുള്ള ഈ പ്രതിരോധ കരാറിൽ പറയുന്നുണ്ട്. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല ലക്ഷ്യം, സൗദിയെ സാമ്പത്തികമായി തകർക്കുക കൂടി ഇറാന്റെ ലക്ഷ്യമാണ് എന്നാണ് ഈ കഴിഞ്ഞ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഷൈബ എണ്ണപ്പാടത്തിന് നേരെയും റസഡൂറയിലെ കിഴക്കൻ പ്രവിശ്യയിലെ അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ഒക്കെ ഉണ്ടായ ആക്രമണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അതാണ്. സൗദിക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. മധ്യമേഖലയിലും കിഴക്കൻ മേഖലയിലും വടക്കൻ മേഖലയിലുമാണ് പ്രധാനമായും ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ആക്രമണങ്ങൾ ഭൂരിഭാഗവും ലക്ഷ്യം കണ്ടില്ല. സൗദി പ്രതിരോധ സേന അതിനെ തകർത്തു. റിയാദ്, അൽഖർജ്, അൽജൂഫ്, അറാംകോ പ്ലാന്റ്, ഷൈബ എണ്ണപ്പാടം, അമേരിക്കൻ എംബസി തുടങ്ങിയവയ്ക്കൊക്കെ നേരെയാണ് ഇതുവരെ നടന്ന ആക്രമണങ്ങൾ. എന്നാൽ പടിഞ്ഞാറൻ മേഖലയ്ക്ക് നേരെ പുണ്യ നഗരങ്ങളായ മക്കയും മദീനയും ഉൾക്കൊള്ളുന്ന പടിഞ്ഞാറൻ മേഖലയ്ക്ക് നേരെ ഇതുവരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യാത്രക്കാർ വിമാനത്താവളത്തിലേക്കൊക്കെ പുറപ്പെടുന്നതിന് മുമ്പ് എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.